ദൈവവചനത്തിൻ്റെ പഠനത്തിനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സൂമിൽ കൂടെയും യൂട്യൂബ്, മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെയൊക്കെ പല ലിങ്ക്സിൽ കൂടെയൊക്കെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ സ്നേഹിതരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവവചനത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഗോഡ്ലി വുമൻ ഓഫ് ദ ബൈബിൾ, വേദപുസ്തകത്തിലെ ഭക്ത വനിതകൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ചില ക്ലാസ്സുകൾ നാം ചെയ്യാൻ പോകുന്നത്. ഇന്ന് അതിൽ ഒന്നാമത്തെ ക്ലാസ് സാറായെക്കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്ന സാറ, ആ മഹതിയെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നാം ഇന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 വചനങ്ങൾ അതിന് ആമുഖമായിട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എബ്രായരുടെ പുസ്തകം 11-ാം അധ്യായം 11-ാം വചനം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 11. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. 1 പത്രോസ് 3-ാം അധ്യായം 5-ഉം 6-ഉം വചനങ്ങളാണ്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സസ് 5 ആൻഡ് 6. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരുന്നത്. അങ്ങനെ സാറ ആബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. ഇന്ന് സാറയെക്കുറിച്ച് ഉള്ള ചില കാര്യങ്ങളാണ് നാം പഠിക്കുവാൻ പോകുന്നത്. സാറയെക്കുറിച്ച് നാം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 11 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലാണ് സാറയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രാരംഭമായിട്ടും സാറയെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള ചില അറിവുകൾ, ഇൻഫർമേഷൻസ്, ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെയും നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കാം. പ്രാരംഭമായിട്ട് പറഞ്ഞാൽ, ആരായിരുന്നു സാറ? നമുക്കറിയാം, അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്നു സാറ. അതേസമയം തന്നെ അബ്രഹാമിൻ്റെ ഒരു അർദ്ധ സഹോദരി കൂടെ ആയിരുന്നു. നാം അത് വായിക്കുന്നുണ്ട്. അതെ, 11-ാം അധ്യായം 30-ാം വാക്യത്തിൽ വായിക്കുന്നു, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മച്ചി ആയിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല എന്നും നാം വായിക്കുന്നു. ഇതൊക്കെ സാറയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ്. അടുത്തതായിട്ട്, സാറ വളരെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോഴാണ് അത് കാണാൻ സാധിക്കുന്നത്. 12-ാം അധ്യായം 11 മുതൽ 15 വരെ വായിക്കുമ്പോൾ ഈ സ്ത്രീ വളരെ സൗന്ദര്യമുള്ള സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് അബ്രഹാമും കുടുംബവും ക്ഷാമമുണ്ടായ സമയത്ത് മിസ്രൈമിലേക്ക് പാർക്കുവാൻ പോയി. അവിടെ ചെന്നപ്പോൾ സാറയുടെ സൗന്ദര്യ നിമിത്തം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ രാജ്യത്തിലെ രാജാവ് സാറയെ വിളിച്ചുകൊണ്ട് പോയി എന്നൊക്കെ നാം കാണുന്നുണ്ട്. കൂടാതെ ഗെരാർ എന്ന ദേശത്ത് മറ്റൊരിക്കൽ ഇവർ ചെന്ന് പാർക്കുമ്പോൾ അവിടെയുള്ള രാജാവായ അബീമേലെക്ക് സാറയെ വിളിച്ചുകൊണ്ട് പോയി. കാരണം ആ ദേശത്തുള്ള ആളുകളെക്കാളും വളരെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു സാറ എന്ന് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ, സാറയുടെ ഒരു പ്രത്യേകത, ആദ്യ മാതാവായിട്ട് നമുക്ക് സാറയെ കാണാൻ സാധിക്കും. കാരണം അബ്രഹാം ആയിരുന്നു ഗോത്ര പിതാവ്. അപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ അവരുടെ ഏറ്റവും പുരാതനയായ മാതാവും കൂടെ ആയിരുന്നു. ഷി വാസ് ദ മദർ ഓഫ് ദ ജൂയിഷ് നേഷൻ എന്ന് പറയാൻ സാധിക്കും. നാലാമത്തെ ഒരു കാര്യം, ഈ സാറായുടെ പേര് ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് മാറ്റിക്കൊടുത്തു. പേര് ചേഞ്ച് ചെയ്തു, മാറ്റി എന്ന് കാണാൻ സാധിക്കും. അത് ഉൽപ്പത്തി 17-ാം അധ്യായം 15-ാം വചനത്തിനാണുള്ളത്. അവിടെ പറയുന്നു, ദൈവം പറഞ്ഞു, ഇനി നിന്റെ പേര് സാറായി എന്നല്ല. 17-ാം അധ്യായം 15-ാം വാക്യം നോക്കുക. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്ന് തന്നെ ഇരിക്കണം. സാറായി എന്ന് പറഞ്ഞാൽ മൈ പ്രിൻസസ്, എൻ്റെ പ്രഭുകുമാരി, എൻ്റെ രാജകുമാരി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ സാറ എന്ന വാക്കിൻ്റെ അർത്ഥം രാജകുമാരി അഥവാ പ്രഭുകുമാരി എന്നാണ്. സാറായി പ്രാരംഭത്തിൽ അബ്രഹാമിൻ്റെ മാത്രം പ്രഭുകുമാരിയോ രാജകുമാരിയോ ആയിരുന്നു. എന്നാൽ ദൈവം പേര് മാറ്റിക്കൊടുത്തപ്പോൾ അവൾ എല്ലാവർക്കും ഒരു പ്രഭുകുമാരിയായി, രാജകുമാരിയായി മാറി. അങ്ങനെ സകല ലോകത്തിനും, എല്ലാ രാജ്യങ്ങൾക്കും സാറ ഒരു അനുഗ്രഹത്തിൻ്റെ കാരണമായി തീർന്നു എന്ന് പറയാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം, സാറായെക്കുറിച്ചുള്ള വിവരം, അവർ 127-ാം വയസ്സിൽ
ഹെബ്രോൻ എന്ന് ഇന്നറിയപ്പെടുന്ന ദേശത്ത് വെച്ച് ആ പ്രദേശത്ത് മരിച്ചുപോയി. അവിടെ ഒരു ശവമടക്കുവാനുള്ള ഒരു സ്ഥലം അവിടെയുള്ള നാട്ടുകാരോട് അബ്രഹാം വിലയ്ക്ക് വാങ്ങി. മക്പേല ഗുഹയിൽ അബ്രഹാം തൻ്റെ ഭാര്യയെ അടക്കം ചെയ്തു എന്ന് 23-ാം അധ്യായം ഉൽപ്പത്തി 23 1-ഉം 2-ഉം വാക്യങ്ങളിൽ അവിടെ സാറയെ അടക്കം ചെയ്തു എന്നും കാണാനായിട്ട് സാധിക്കും. ശരി, ഇത്രയും കാര്യങ്ങൾ സാറയെക്കുറിച്ചുള്ള ചില അറിവുകളായിരുന്നു, വിവരങ്ങളായിരുന്നു. ഇനി സാറയുടെ ജീവിതത്തെക്കുറിച്ച് പോസിറ്റീവായ, ക്രിയാത്മകമായ അല്ലെങ്കിൽ ധനാത്മകമായ നല്ല ചില കാര്യങ്ങൾ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ചില വചനങ്ങൾ കൂടെ നമുക്ക് വായിച്ചു പോകാം. ഒന്നാമത്, ഈ സാറ വിശ്വാസവും അനുസരണവുമുള്ള, ദൈവത്തിൻ്റെ വചനങ്ങളോടുള്ള, വാഗ്ദത്തങ്ങളോടുള്ള അനുസരണവും വിശ്വാസവും സാറയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി 17-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുന്നു. ജെനസിസ് 17:19. അതിന് ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോട്, അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യമായി ഉറപ്പിക്കും. അപ്പോൾ ഇവിടെ സാറ തന്നെ അബ്രഹാമിന് ഒരു മകനെ പ്രസവിക്കും എന്നുള്ള ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തു. ആ വാഗ്ദത്തം കുറേ പ്രയാസപ്പെട്ടാണെങ്കിലും സാറ വിശ്വസിച്ചു. അതിൻ്റെ ആ വാഗ്ദത്തം അവൾ ജീവിതത്തിൽ ഏറ്റെടുത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാമത്തെ നല്ല ഒരു കാര്യം, ദൈവം ഈ മഹതിയെ മാനിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവളുടെ പേര് മാറ്റിക്കൊടുത്തതിലൂടെ ദൈവം ഒരു വലിയ ആദരവ്, ഒരു ബഹുമാനം സാറയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ദൈവം അവളെ ആദരിച്ചു, അവളുടെ പേര് മാറ്റിക്കൊടുത്തു. രാജകുമാരി, പ്രഭുകുമാരി, സകല ലോകത്തിനും ഒരു സ്വത്തായി ഈ സാറ മാറുകയായിരുന്നു. അതാണ് 17-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. നിന്റെ ഭാര്യയെ ഇനി സാറായി എന്നല്ല, അവളുടെ പേർ സാറ എന്ന് ആയിരിക്കണം. പിന്നീട് സാറയെക്കുറിച്ച് പിന്നെ വായിക്കുന്ന കാര്യങ്ങൾ, ഈ വനിത വളരെ സബ്മിഷനുള്ള, കീഴടങ്ങുന്ന, കീഴ്പ്പെടുന്ന, അനുസരിക്കുന്ന ഒരു മഹതിയായിരുന്നു. വിശേഷാൽ തൻ്റെ ഭർത്താവിനോടുള്ള ബന്ധത്തിലാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1 പത്രോസ് 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിക്കാം. നാം ആദ്യം അത് വായിക്കുകയുണ്ടായി. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. നോക്കുക, ഇവിടെ സാറായുടെ ഒരു പ്രത്യേക സ്വഭാവം പറഞ്ഞിരിക്കുന്നത്, അവൾ ഭർത്താവിനെ യജമാനൻ എന്ന് വിളിച്ച് ഭർത്താവിനെ ബഹുമാനത്തോടെയാണ് സംസാരിച്ചത്. ആദരിച്ചിരുന്നു, അനുസരിച്ചിരുന്നു, റെസ്പെക്റ്റ് ചെയ്തിരുന്നു. ഈ സ്ത്രീയുടെ സ്വഭാവം വളരെ നല്ലൊരു മാതൃകയാണ്. ഈ വചനം കേൾക്കുന്ന ഈ സ്ത്രീകളായ സഹോദരിമാർക്ക് മാത്രമല്ല ഈ വചനം, പുരുഷന്മാർക്കും ഇതിൽ നിന്ന് അനേകം നല്ല കാര്യങ്ങളും സ്വീകരിക്കാനായിട്ട് സാധിക്കും. കാരണം ഭർത്താക്കന്മാരുടെ കാര്യവും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ് അല്ല, പുരുഷന്മാർക്കും സഹോദരന്മാർക്കും ഒക്കെയും ഇതിൽ നിന്ന് ചില നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. സബ്മിസീവ്നെസ്, ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് സാറ ഭർത്താവിനെ ആദരവോടെ വിളിച്ചു, അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരുന്നു, അനുസരിച്ചിരുന്നു എന്നുള്ളൊരു നല്ല കാര്യം ഇവിടെ ദൈവം തന്നെ അവളെ ആദരിക്കുന്നതായിട്ടും നാം ആദ്യം കേട്ടുവല്ലോ. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നാം ആദ്യം വായിച്ച വചനത്തിലുണ്ട്. എബ്രായരുടെ പുസ്തകം 11-ാം അധ്യായം 11-ാം വാക്യം. ഈ എബ്രായരുടെ പുസ്തകം 11-ാം അധ്യായം, ഹീബ്രൂസ് 11 എന്ന് പറയുന്നത്, ഇറ്റ്സ് എ റോൾ കോൾ ഓഫ് ഹീറോസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ് ഈ 11-ാം അധ്യായം, ഹീബ്രൂസ് 11 എന്ന് പറയുന്നത്. ഈ എബ്രായർ 11-ാം അധ്യായത്തിൽ കയറി പറ്റുവാനും അവിടെ ഇടം പിടിക്കുവാനും ഈ സാറയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും, നിങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ ആ പട്ടികയിൽ ഇടം പിടിക്കുവാനും, സേവിച്ചവരുടെ കൂട്ടത്തിൽ, ദൈവത്തെ ബഹുമാനിച്ച് ആദരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും ഇടം പിടിക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. സാറയെപ്പോലെ താഴ്മയോടെ ഇരിക്കുകയും അനുസരിക്കുകയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ബഹുമാനിക്കും.
ഇവിടെ നാം കാണുന്നത് ഈ സാറയ്ക്ക് പല പല കുറവുകളും ഉണ്ടായിരുന്നു. എല്ലാം തികഞ്ഞ ഒരു പെർഫെക്റ്റായ ഒരു തികവുള്ള എല്ലാം തികഞ്ഞ ഒരു വിശുദ്ധ സ്ത്രീ ആണെന്ന് സാറയെക്കുറിച്ച് നമുക്ക് എപ്പോഴും പറയാൻ സാധ്യമല്ല. അവളുടെ ജീവിതത്തിൽ പല കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതൊക്കെയും ദൈവം ക്ഷമിച്ച് അവളുടെ നല്ല സ്വഭാവങ്ങളെ കണ്ടിട്ട് അവൾക്ക് ആദരവ് കൊടുത്തു. അങ്ങനെയാണ് എബ്രായർ 11 അധ്യായത്തിലേക്ക് ഈ ഈ സാറയുടെ പേര് വന്നത് എന്ന് പറയാൻ സാധിക്കും. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെ നിണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മെക്കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നാമൊക്കെ കുറവുള്ളവരും അല്ലെങ്കിൽ ഭയമുള്ളവരും ഒക്കെയാണ്. പല പല ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ശരി, നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങളാണ് ആദ്യം സാറയെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ, ഇനി സാറയെക്കുറിച്ച് അത്ര പോസിറ്റീവ് അല്ലാത്ത ചില കുറവുള്ള വശങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ ഒരു തുറന്ന പുസ്തകമാണ്. മനുഷ്യരുടെ നല്ല വശങ്ങളും നല്ലതല്ലാത്ത വശങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതിൽ കൂടെയൊക്കെ നാം ഓരോരുത്തരും ആത്മീയ വർധനയ്ക്ക് കാരണമായിരിക്കുന്ന ബുദ്ധി ഉപദേശം തേടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വചനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മുന്നറിയിപ്പുകളും ബുദ്ധി ഉപദേശങ്ങളും ഒക്കെ ദൈവം തരികയാണ്. എന്തൊക്കെയാണ് സാറയുടെ ജീവിതത്തിലെ മിസ്റ്റേക്സ് അഥവാ കുറവുകളും ബലഹീനതകളും എന്തൊക്കെയായിരുന്നു? ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരുന്ന ആളുകളൊക്കെയും എല്ലാവരും വലിയ കഴിവുള്ളവരും പഠിപ്പുള്ളവരും ഒന്നും ആയിരുന്നില്ല. ആദിമസഭയിൽ തന്നെ ബലഹീനരെയും മുക്കുവന്മാരെയും സാധാരണക്കാരായ ആളുകളെയും വേശ്യമാരെയും വ്യഭിചാരികളെയും അതുപോലെ ടാക്സ് പിരിക്കുന്നവരെയും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളിയിരുന്ന ആളുകളെയൊക്കെ യേശു വിളിച്ചു, അവരെ അനുഗ്രഹിച്ചു. തൻ്റെ വേലയിൽ അവരെ പലരെയും പങ്കാളികളാക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ബലഹീനരെ വിളിക്കുന്നു, എന്നിട്ട് അവരെ വലിയ പ്രവൃത്തിക്കായി സജ്ജരാക്കുന്നു. ഗാഡ് കോൾസ് ആൻഡ് ചൂസസ് ദ വീക്ക് വൺസ് ദെൻ ക്വാളിഫൈസ് ദം. എന്നെ നിങ്ങളെയും ദൈവം വിളിച്ച് വലിയൊരു പ്രവൃത്തിക്കായിട്ട് നമ്മെ സജ്ജരാക്കുകയാണ്, എക്വിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് ആദ്യം തന്നെ നമുക്ക് ഓർക്കാം. ഒന്നാമത്തെ കാര്യം സാറയെക്കുറിച്ച് പറഞ്ഞാൽ, ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ, തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസം വരുത്തിയപ്പോൾ, ഡിലേ വരുത്തിയപ്പോൾ വളരെ അസ്വസ്ഥമാകുകയും തൻ്റെ ക്ഷമ നശിക്കുകയും അസ്വസ്ഥത ഉണ്ടാകുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് സാറയെക്കുറിച്ച് വായിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ കാര്യങ്ങൾക്ക് ഒരല്പം താമസം വരുത്തും. എന്നാൽ അതുകൊണ്ട് നാം അസ്വസ്ഥരാകരുത്, നാം ഇംപേഷ്യൻ്റ് ആകരുത്, നമ്മുടെ ക്ഷമ നശിച്ചു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 2 വാക്യം നോക്കാം. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ അബ്രാം പറയുകയാണ്, ദൈവമേ, നീ എനിക്ക് വാഗ്ദത്തമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ഇത്രയും വർഷമായിട്ടും എനിക്ക് മക്കളില്ല, ഞാൻ മക്കളില്ലാത്തവനായി ജീവിച്ചു പോവുകയാണ്. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഇതുവരെ സത്യമായി തീർന്നില്ല, യാഥാർത്ഥ്യമായില്ല എന്നാണ് അബ്രാം ദൈവത്തോട് പറയുന്നത്. 16 അധ്യായം 2 വാക്യം നോക്കുക. അടുത്ത അധ്യായം ജെനസിസ് 16:2. സാറായി അബ്രാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. ഈ സാറായി വളരെ ഇംപേഷ്യൻ്റായി ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അക്ഷമയോടുകൂടെ ക്ഷമ നശിച്ച് മാനുഷികമായ മാർഗങ്ങൾ അവൾ അവലംബിക്കുകയാണ്. തൻ്റെ ദാസിയായ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഹാഗാറിനെ അബ്രാമിന് രണ്ടാമത്തെ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് കൊടുത്തു. അവളിൽ കൂടെ അബ്രാമിന് ഒരു സന്തതി ഉണ്ടായാൽ ദൈവത്തിൻ്റെ വചനം സത്യമാകുമല്ലോ എന്നുള്ള നിലയ്ക്കാണ് അവൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തെ സഹായിക്കുവാൻ മാനുഷികമായ ബുദ്ധി ഉപയോഗിച്ച് സാറ ഇവിടെ ഒരു അഭിപ്രായം പറയുകയാണ് ഇവൾ ചെയ്യുന്നത്. അവളുടെ അക്ഷമയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഞാനും നിങ്ങളും എങ്ങനെയുള്ളവരാണ് സഹോദരിമാരെ, സഹോദരന്മാരെ? ദൈവത്തിൻ്റെ സമയത്ത് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കും. എന്നാൽ നാം അക്ഷമയുള്ളവരായി ദൈവത്തെ വിശ്വസിക്കാതെ കാര്യങ്ങൾ സ്വന്തം കയ്യിലെടുത്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് വലിയ പ്രത്യാഘാതങ്ങളും ദുഃഖങ്ങളും അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക്, ഇങ്ങനെ ചെയ്തു, ഒരു മകൻ ജനിക്കുവാനായിട്ട് ഉള്ളൊരു വഴി പറഞ്ഞു കൊടുത്തു. അബ്രാം അതനുസരിക്കുകയും ചെയ്യുകയും ചെയ്തു.
എന്നാൽ ഇത് കഴിഞ്ഞ് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പെട്ടെന്ന് സാറ ചെയ്യുന്നത് കുറ്റമെല്ലാം അബ്രാമിൻ്റെ മേൽ അങ്ങിടുകയാണ്. അതിൻ്റെ തന്നെ 5-ാം വാക്യം നോക്കുക. വീട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ അപ്പോൾ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീയാണ് ഉത്തരവാദി. യു ആർ ദ പേഴ്സൺ, യു ആർ ദ പ്രോബ്ലം മേക്കർ. ഇത് എല്ലാ മനുഷ്യരുടെ ഒരു പൊതുവായ സ്വഭാവമാണ്. സാറയ്ക്കും ആ സ്വഭാവം ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അബ്രാം ചെയ്തതും. ഈ വീട്ടിലെ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ വഴക്കോ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഒക്കെ അതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ സാറായി തന്നെയാണ്. എങ്കിലും പ്രശ്നം വന്നപ്പോൾ ബ്ലെയിം മറ്റേ ആളുടെ പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഷീ ഈസ് ഷിഫ്റ്റിംഗ് ദ ബ്ലെയിം ടു ഹർ ഹസ്ബൻഡ്. നാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ? ഇതിൽ നിന്നൊക്കെ നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ കുറ്റം ഏറ്റെടുക്കണം. അത് മറ്റുള്ളവരിലേക്ക് നാം ഏൽപ്പിക്കുവാൻ ശ്രമിക്കരുത്. ഇങ്ങനെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായി, ഭർത്താവിനോട് വഴക്കൊക്കെ പറഞ്ഞു. 6-ാം വാക്യം നോക്കുക. ജെനസിസ് 16:6. അബ്രാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവളെ വിട്ട് ഓടിപ്പോയി. നോക്കുക, ഇവിടെ ഈ സാറായിയുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു. അവൾ ഹാർഷായിട്ട് വളരെ കഠിനമായി ദാസിയോട് ഇടപെടുകയും ഒരുപക്ഷെ അവളോട് വഴക്ക് പറയുകയും മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തു കാണും. അവളുടെ കാഠിന്യ നിമിത്തം ആ ദാസിക്ക്, അവൾ ഗർഭിണിയാണ്, അവൾക്ക് ആ വീട്ടിൽ തുടരാൻ നിവൃത്തിയില്ലാതെ വീട് വിട്ട് അവൾ ഇറങ്ങി ഓടിപ്പോകേണ്ട ഒരു സ്ഥിതി വന്നു. ഇങ്ങനെയുള്ള സ്വഭാവം നമുക്കുണ്ടോ സഹോദരന്മാരെ, സഹോദരിമാരെ? മറ്റുള്ളവരോട് ഹാർഷായി കഠിനമായി ഇടപെടുന്ന സ്വഭാവം. ഇനി സാറായുടെ മറ്റൊരു മിസ്റ്റേക്ക്, ഒരു കുറവെന്ന് പറയുന്നത് അവളുടെ അവിശ്വാസമായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലാണ് ഉള്ളത്. 12 മുതൽ 15 വരെയുള്ള ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ, ജെനസിസ് 18:12 ഓൺവേർഡ്സ്, ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് അബ്രാമിനോട് പറയുകയാണ്, അടുത്ത വർഷം ഈ സമയത്ത് സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോൾ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. എനിക്ക് ഒരു മകനുണ്ടാകുമോ? എനിക്ക് 90 വയസ്സായല്ലോ, ഇനി അതിന് സാധ്യതയില്ലല്ലോ. അവൾ അവിശ്വസിച്ചു. യഹോവ അബ്രാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? ആ സാറയുടെ ചിരിയിൽ ഒരു അവിശ്വാസമാണ് കലർന്നിരുന്നത്. നമുക്ക് അതവിടെ കാണാൻ സാധിക്കും, അവളുടെ അവിശ്വാസം. ഈ അവിശ്വാസം ദൈവത്തിൻ്റെ കൈകളെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കുറയ്ക്കുന്നതാണ്. അതുമാത്രമല്ല, അതിൻ്റെ ഫലമായി അവളുടെ അവളുടെ ഭയത്തെ മൂടി വെക്കാനായിട്ട് അവളൊരു കൊച്ചു കള്ളവും പറഞ്ഞു. അതിൻ്റെ 15-ാം വാക്യത്തിലാണ് അതുള്ളത്. സാറ ഭയപ്പെട്ടു, ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അവൾ ചിരിച്ചു, ഉള്ളുകൊണ്ട് ചിരിച്ചു. ഇത് ദൈവത്തിൻ്റെ ദൂതൻ അറിഞ്ഞു. നീ എന്തിനാ ചിരിച്ചതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ ചിരിച്ചില്ല. കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയുന്ന സ്വഭാവം നമുക്കുണ്ടോ സഹോദരിമാരെ, സഹോദരന്മാരെ? അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതിനുശേഷം 21-ാം അധ്യായം എടുത്താൽ, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിൽ ഒരു റൂളറിനെ പോലെ, ഒരു യജമാനെ പോലെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. ആക്ടിങ് ലൈക്ക് എ റൂളർ. 21:10-12. 21-ാം അധ്യായം 10 മുതൽ നോക്കുക. ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. ഇവിടെ ഭർത്താവിൻ്റെ അടുത്ത് ചില ഡിമാൻഡുകൾ അങ്ങോട്ട് വയ്ക്കുകയാണ്. യു ഡു ദിസ്, ഇത് ചെയ്യണം, അത് ചെയ്യണം. ദൈവഭക്തയായ ഒരു സ്ത്രീ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഭർത്താവിനോട് കൽപ്പിക്കുകയും ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം, അത് ഭാര്യമാർക്ക് ഒരിക്കലും ചേർന്നതല്ല. കീഴ്പ്പെട്ടിരിക്കുവാനും സ്നേഹത്തോടെ ഇരിക്കുവാനും ദൈവകൃപയിൽ ജീവിക്കുവാനുമായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സാറയുടെ ജീവിതത്തിലെ ചില മൈനസ് പോയിന്റ്സ് ആണ് നാം ചിന്തിച്ചത്. സാറയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില പാഠങ്ങളുണ്ട്, ചില ലെസൺസ് ഉണ്ട്. അതിലേക്കാണ് നാം ഇനി വരുന്നത്. ഈ സാറയുടെ ജീവിതത്തിലെ ഒരു നല്ല കാര്യമാണ് ആദ്യം നമുക്ക് പറയാനായിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ കനാൻ ദേശത്തേക്ക് പോകുവാൻ വിളിക്കുന്ന ഭാഗമാണ്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ജെനസിസ് 12 4-ാം വാക്യം, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. പുറപ്പെടുമ്പോൾ
അവന് 75 വയസ്സായിരുന്നു. 5-ാം വചനം, അബ്രാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി. ഇവിടെ സാറായെക്കുറിച്ച് പറയാൻ കഴിയുന്നൊരു നല്ല കാര്യം, അബ്രാമിനെ ദൈവം വിളിച്ചു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ അവിടെ നല്ല വീടും താമസവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലാണ് അവർ ആയിരുന്നത്. അവിടെ എല്ലാം വിട്ട് എങ്ങോട്ടാണെന്ന് അറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ ദൈവം അബ്രാമിനോട് പറയുമ്പോൾ ഇവിടെ സാറായി അതിന് ചോദ്യമൊന്നും ചോദിക്കാതെ ഭർത്താവിൻ്റെ കൂടെ പുറപ്പെടുന്നു. നോ ക്വസ്റ്റ്യൻസ് ആസ്ഡ്. സാറായി ഭർത്താവിനെ അനുഗമിച്ചു. അവളുടെ ആ ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം നല്ല ഒരു പാഠമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു വിഷയം ഉൽപ്പത്തി 13-ാം അധ്യായത്തിലാണ്. അവർ തമ്മിൽ അല്പം പ്രയാസമുണ്ടായപ്പോൾ ലോത്തിനോട് അബ്രാം പറഞ്ഞു, നിനക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തുകൊള്ളുക, നാം തമ്മിൽ ശണ്ടയുണ്ടാകരുത്, പ്രശ്നം ഉണ്ടാകരുത്, നീ ഏറ്റവും നിനക്കിഷ്ടപ്പെട്ട് നോക്കിയെടുക്കുക, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ലോത്ത് ഏറ്റവും നല്ല സ്ഥലം തിരഞ്ഞെടുത്തു. നല്ലതല്ലാത്ത സ്ഥലം അബ്രാമിന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ നമുക്കറിയാം, ഒടുവിൽ ദൈവം അബ്രാമിനെ അനുഗ്രഹിച്ചു, അബ്രാമിന് അനുഗ്രഹമുണ്ടായി. എന്നാൽ ഇവിടെ നല്ല കാര്യമായിട്ട് പറയാൻ കഴിയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ സാറായി അബ്രാമിനോട് വഴക്കുണ്ടാക്കുകയും, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നമ്മളല്ലേ മൂത്ത ആളുകൾ, നമുക്കല്ലേ നല്ല സ്ഥലം കിട്ടേണ്ടത് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഭർത്താവിൻ്റെ തീരുമാനങ്ങളെ ശിരസാവഹിച്ച് ഏറ്റെടുത്തുകൊണ്ട് അത് തൻ്റെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എങ്കിലും സാറായി അത് ഏറ്റെടുത്തു. അതുകൊണ്ട് വലിയ അനുഗ്രഹം ഒടുവിലുണ്ടായി. ദൈവത്തെ അവൾ ആശ്രയിച്ചു എന്ന് പറയാൻ സാധിക്കും. സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ പിന്തുടരുവാനും അനുസരിക്കുവാനും അവരുടെ തീരുമാനങ്ങളെയൊക്കെ സ്വീകരിക്കുവാനും നിങ്ങൾ ഒരുക്കമാണോ? ചിലപ്പോൾ പട്ടിണിയായിരിക്കാം, ചിലപ്പോൾ സമൃദ്ധി ഉണ്ടാകാം. ഇതൊക്കെ എന്ത് വന്നാലും, ദൈവം എന്ത് തന്നാലും അത് സ്വീകരിക്കുവാനും പുറകെ ചെല്ലുവാനും അനുഗമിക്കുവാനുമുള്ള ഒരു നല്ല മനസ്സ് സാറയെ പോലെ നമുക്ക് വേണം. നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുമ്പോൾ ഭാര്യമാർ വഴക്കുണ്ടാക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ ആയിരിക്കും. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തിരുന്നാൽ മതി. ദൈവം നിങ്ങളുടെ കാര്യം ഒടുവിൽ അനുഗ്രഹമാക്കി തീർക്കും. മൂന്നാമത്തെ കാര്യം സാറയെക്കുറിച്ച് പറഞ്ഞാൽ 12-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിലാണ് അത് കാണാൻ സാധിക്കുന്നത്. അബ്രഹാം തന്നെ സംരക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. അത് 2 പ്രാവശ്യം സംഭവിച്ചു. അത് അബ്രഹാമിൻ്റെ സ്വാർത്ഥതയാണ്. അവിടെ ഒരു ചെറിയൊരു കള്ളം പറഞ്ഞു അബ്രഹാം. നമുക്ക് ആ ഭാഗം അറിയാം. സാറായോട് പറഞ്ഞു, നീ സൗന്ദര്യമുള്ള സ്ത്രീ ആയതുകൊണ്ട്, ജെനസിസ് 12:11 ഓൺവേർഡ്സ്, മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യയെ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. മിസ്രൈമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരും, ഞാൻ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ, മിസ്രൈമിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞു, എൻ്റെ സഹോദരിയാണിത്. അങ്ങനെ സഹോദരി ആയതുകൊണ്ട് മിസ്രൈമിലെ രാജാവ് സാറയെ പിടിച്ചുകൊണ്ടുപോയി ഭാര്യയാക്കാനുള്ള ശ്രമത്തിൽ അങ്ങനെ കൊണ്ടുപോയി. അത് സങ്കടകരമായൊരു കാര്യമാണ്. അബ്രഹാമിൻ്റെ ഭാഗത്ത് താൻ ചെയ്തത് നമുക്കറിഞ്ഞുകൂടാ. അതൊരു ചെറിയ ഒരർത്ഥ സത്യമാണ് താൻ പറഞ്ഞത്. എന്നാൽ ദൈവം പ്രകൃത്യാതീതമായ രീതിയിൽ സാറയെ രക്ഷിച്ചു എന്ന് കാണാൻ സാധിക്കും. അബ്രഹാമിൻ്റെ തെറ്റായ തീരുമാനം ഒരു വശത്തുണ്ടായിരുന്നപ്പോൾ തന്നെ ദൈവം സാറയെ രക്ഷിച്ചു, വിടുവിച്ചു. അവൾക്ക് ആപത്ത് വരാതെ ദൈവം സംരക്ഷിച്ചു. മാനുഷികമായ ബുദ്ധിയിൽ ചിലപ്പോൾ നമുക്ക് തെറ്റം തോന്നുന്ന കാര്യങ്ങളും ദൈവം അത് നല്ല രീതിയിൽ നമുക്ക് അനുകൂലമായി നമുക്ക് സംരക്ഷണം വരുത്തിക്കൊണ്ട് ദൈവം ചെയ്യും എന്ന് വിശ്വസിക്കാൻ സാധിക്കും. സാറയെക്കുറിച്ച് 4-ാമത്തെ കാര്യം പറയാൻ സാധിക്കുന്നത് ഉൽപ്പത്തി 16-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ സാറായുടെ ജീവിതത്തിലെ ഒരു മൈനസ് പോയിന്റ് ആണ്. ആ നാട്ടിലെ കൾച്ചറും സംസ്കാരവും രീതിയും അനുസരിച്ച് ഒരു ഉപദേശം അബ്രഹാമിന് കൊടുത്തു. ഏതായാലും തനിക്ക് മക്കളൊന്നും ഇതുവരെ ജനിച്ചില്ല, എന്നാൽ അതുകൊണ്ട് വീട്ടിലെ ഈ തൻ്റെ ദാസിയായ ഹാഗാറിൽ കൂടെ ഒരു കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ശരിയല്ലാത്ത ഒരു മാർഗം അവലംബിച്ച് മക്കൾ ജനിക്കുവാനുള്ള ഒരു ഉപദേശം സാറ അബ്രഹാമിന് പറഞ്ഞു കൊടുത്തു. അത് നിമിത്തമായിട്ട് വളരെ സങ്കടങ്ങളും വിഷമങ്ങളും ആ കുടുംബത്തിലുണ്ടായി. കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ടായി. നാം മുമ്പ് ചിന്തിച്ചതുപോലെ
ഹാഗാറിനോട് കയ്പായി ഇടപെട്ടു, ക്രൂരമായി ഇടപെട്ടു. കുടുംബത്തിൽ സങ്കടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായി. പിന്നീട് നാം പറഞ്ഞതുപോലെ തൻ്റെ കുറ്റം ഹസ്ബൻഡിൻ്റെ മേൽ, ഭർത്താവിൻ്റെ മേൽ ഇട്ടുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് നാം കാണും. നീയാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എന്നാൽ 16-ാം അധ്യായം 5-ാം വാക്യം നോക്കുക. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ, എനിക്ക് സംഭവിച്ച അന്യായത്തിന് നീയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, ഭർത്താക്കന്മാരും ഭാര്യമാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണുമടച്ച് അതുപോലെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാതെ കുറച്ച് ജ്ഞാനത്തോടെ ഇടപെടേണ്ടത് ആവശ്യമാണ്. ഇവിടെ അബ്രാമിനെ സംബന്ധിച്ച് നമുക്ക് പറയാം, ഇങ്ങനെ ഒരു അഭിപ്രായം സാറ പറഞ്ഞപ്പോൾ അബ്രാം അത് ശരിയായ രീതിയിൽ ജ്ഞാനത്തോടെ അത് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും ഈ കുറ്റം പറയുന്ന, കുറ്റം മറ്റേയാളിനെ ഏൽപ്പിച്ചു വെച്ചു കൊടുക്കുന്ന ആ സ്വഭാവം ഈ സാറയ്ക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നിങ്ങളിങ്ങനെയുള്ളവരാണോ? ഉണ്ടെങ്കിൽ തിരുത്തേണ്ടത് ആവശ്യമാണ്. കുറ്റം ഏറ്റെടുക്കുവാനും എൻ്റേതാണ് മിസ്റ്റേക്ക്, ഞാനത് ഏറ്റെടുക്കുന്നു എന്ന ധൈര്യത്തോടെ പറയുവാനും ഏറ്റെടുക്കുവാനുമുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് വീണ്ടും നാം കാണുന്ന ഒരു കാര്യം, ഗരാർ എന്ന ദേശത്ത് ചെന്നപ്പോൾ അബ്രാം പഴയതുപോലെ ഒരു ചെറിയ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇവൾ എൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞുണ്ടാകുമ്പോൾ അവിടെ അബീമേലെക്ക് സാറയെ പിടിച്ചുകൊണ്ട് പോയി. എന്നാൽ സാറയ്ക്ക് ദോഷമൊന്നും വരുത്തുവാൻ ദൈവം ഇടവരുത്തിയില്ല. സഹോദരിമാരെ, ദൈവം നിങ്ങളെ സംരക്ഷിക്കുവാൻ ശക്തനാണ്. നിങ്ങളുടെ ഭർത്താവ് ഒരു പക്ഷേ നിങ്ങളെ കൈവിട്ടെന്ന് വരാം, നിങ്ങൾക്ക് ഉപകാരം ചെയ്തില്ല, നന്മ ചെയ്തില്ല എന്ന് വരാം, നിങ്ങൾക്ക് സംശയമുണ്ടായെന്ന് വരാം. എന്നാൽ നിങ്ങളെ സംരക്ഷിക്കുവാൻ ദൈവം മതിയായവനാണ്. ദൈവം അത്ഭുതമായ രീതിയിൽ അവിടെ ഇടപെട്ടു, സാറയെ രക്ഷിച്ചു എന്ന് കാണാൻ സാധിക്കും. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വരുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു അവിടെ നാം കാണുന്നത്. നിന്റെ ഏകജാതനായ പുത്രനെ ഇസാക്കിനെ, നീ സ്നേഹിക്കുന്നവനെ ഒരു മലയിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കുക എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം അത് ചെയ്തു. മകനെ കൂട്ടിക്കൊണ്ടുപോയി യാഗം കഴിക്കുവാൻ തുടങ്ങി. നമുക്ക് ആ സംഭവം അറിയാം. ദൈവം അബ്രഹാമിൽ പ്രസാദിച്ചു. എന്നാൽ രസകരമായ ഒരു കാര്യം, ഈ അധ്യായത്തിൽ അബ്രഹാമിൻ്റെ യാഗവുമായിട്ടുള്ള ബന്ധത്തിൽ സാറയുടെ പേര് പോലും ആ അധ്യായത്തിൽ പറയുന്നില്ല. വേറെ രീതി പറഞ്ഞാൽ ആ അധ്യായത്തിൽ നിന്ന് സാറയെ ഒഴിവാക്കി മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അവളുടെ പേര് പോലും അവിടെ പറഞ്ഞിട്ടില്ല. സഹോദരിമാരെ, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ഇൻവോൾവ്മെൻറ്റ്, നിങ്ങളെല്ലാത്തിലും ഇടപെടണമെന്നില്ല. ദൈവം ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനോടായിരിക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. ഭാര്യയ്ക്ക് അവിടെ ഒരു റോളില്ലാതെ മിണ്ടാതെ മാറിയിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരാം. എങ്കിൽ അതും സന്തോഷമായിട്ട് സ്വീകരിക്കണം. ചിലപ്പോൾ ദൈവം ഭർത്താവിൽ കൂടെ ആയിരിക്കാം പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് മാറിയിരുന്ന് യു ക്യാൻ സിറ്റ് ബാക്ക്, ബി സൈലൻറ്റ് ആൻഡ് പ്രേ ആൻഡ് സീ ഗോഡ് വർക്കിംഗ്. ദൈവം അവിടെ അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു. ദൈവം അബ്രഹാമിനെയും കുടുംബത്തെയും സാറയെയും എല്ലാം അനുഗ്രഹിച്ചു എന്ന് പറയാം. നാം ഈ ചെറിയ പഠനത്തിൽ, സാറയെക്കുറിച്ചുള്ള പഠനത്തിൽ, സാറയുടെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളും ചിലപ്പോൾ അവളുടെ ബലഹീനതകളും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതിൽ നിന്നൊക്കെയും നമുക്ക് വളരെ വളരെ പാഠങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ആദ്യം വായിച്ച ഒരു വചനം കൂടെ ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. സാറായുടെ പ്രത്യേകത 1 പത്രോസ് 3-ാം അധ്യായം 6-ാം വാക്യം, 1 Peter 3:6. അങ്ങനെ സാറ അബ്രാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. ആ സാറയെ സംബന്ധിച്ച് അവൾക്ക് ഭയപ്പെടുവാൻ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. ഭർത്താവ് ഒന്നും നോക്കാതെ, എങ്ങോട്ടൊന്നില്ലാതെ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളാണ്. അവിടെയും ഭയപ്പെടാനുള്ള ധാരാളം ആങ്ഷ്യസ് ആകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഈ സാറ പേടിച്ചില്ല, ഭയപ്പെട്ടില്ല. ദൈവം കൊടുത്ത ആ സർക്കിളിൽ ഇരുന്നു കൊണ്ട് ഭാര്യ എന്നുള്ള നിലയ്ക്ക് കീഴ്പ്പെട്ടിരുന്ന് ഭർത്താവിനെ ആദരിച്ച് ബഹുമാനിച്ച് യജമാനെന്ന് വിളിച്ച് വഴക്കൊന്നും ഉണ്ടാക്കാതെ ശാന്തമായി ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വം കണ്ടു എന്ന് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും കഠിനമായ വഴികളും പാതകളും ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും. ചിലപ്പോൾ ഭർത്താവിനെ അനുഗമിക്കുവാൻ, പിൻചെല്ലുവാൻ, അനുസരിക്കുവാൻ നിങ്ങൾക്ക് ഭയം തോന്നും, പ്രയാസം തോന്നും. ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. എങ്കിലും സാറായിൽ നിന്ന് നാം പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ സ്ത്രീ രത്നം ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്നു, ദൈവത്തെ ഭയപ്പെട്ട് പ്രാർത്ഥിച്ച്, ഭർത്താവിന് കീഴ്പ്പെട്ടിരുന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയും
തനിക്ക് റീസൺ ചെയ്യാൻ കഴിയാത്ത, തനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വന്നപ്പോഴും ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ശാന്തമായിരുന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സാറയുടെ ജീവിതം നമുക്കെല്ലാവർക്കും, സഹോദരിമാർക്കും സഹോദരന്മാർക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.